റോഷിപാൽ നൽകും പാലക്കാട് നിന്ന് വിവരങ്ങൾ. റോഷിപാൽ, CPM ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർത്തു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും ചോദ്യം ഇതാണ്: ഇത്രയധികം ദിവസങ്ങളായല്ലോ, ഇപ്പോഴാണോ ഈ പരാതി ഉന്നയിക്കുന്നത് എന്നതാണ്. വിനിത, പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് CPM നേതൃത്വം വ്യാജ വോട്ട് ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഇനി പ്രചാരണത്തിന് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി CPM ജില്ലാ സെക്രട്ടറി തന്നെ സമീപിച്ചിരിക്കുന്നത്. വ്യാപകമായി കോൺഗ്രസും BJPയും മണ്ഡലത്തിൽ വ്യാജ വോട്ട് ചേർത്തു എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. ആയിരക്കണക്കിന് വോട്ട് ചേർത്തു എന്ന് പറയുന്നു. തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും വോട്ടർമാരെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിച്ച ID കാർഡുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചേർത്തു എന്ന ആക്ഷേപം ഉയർത്തുന്നു. ഏതായാലും ഇതിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് സർക്കാരിന് കീഴിലുള്ള LDF സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിച്ച് കണ്ടെത്തിയില്ല എന്ന ചോദ്യമാണ് UDF NDA സ്ഥാനാർത്ഥികൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചവർ തന്നെ പരാതി നൽകട്ടെ എന്ന നിലപാടാണ് NDAയും UDFും സ്വീകരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM നേതൃത്വം നൽകിയ പരാതിയിൽ തുടർ നടപടി എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. നേരത്തെ വന്ന വോട്ടർ പട്ടിക പരിശോധിച്ചിട്ടും എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന ചോദ്യം ഉൾപ്പെടെ UDFും NDAയും ഉയർത്തുന്നുണ്ട്. ഏതായാലും പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ വ്യാജ വോട്ട് ആരോപണം കൂടി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയാണ്. വിനീത, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.